ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഇപ്പോൾ ഒട്ടുമിക്ക പേരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വ്യൂസ് ഡൗൺ പ്രോബ്ലം എല്ലാം. അതായത് നിലവിൽ നമുക്കുണ്ടായിരുന്ന വ്യൂസ് പോലും ഇപ്പോൾ യൂട്യൂബിൽ ഒട്ടുമിക്ക പേർക്കും കാണാൻ സാധിക്കുന്നില്ല. വലിയ ചാനൽ മുതൽ ചെറിയ ചാനൽ വരെ എല്ലാവരെയും ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ ചാനലുകൾ ഈ ഒരു കാര്യം പറഞ്ഞെല്ലാം ഇതെല്ലാം തന്നെ ട്വിറ്ററിലെല്ലാം ട്വീറ്റ് ചെയ്തിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ ട്വീറ്റ് എല്ലാം കാണുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾ റീട്വീറ്റ് ചെയ്യാനും ഇത് മറ്റുള്ളവരിലേക്കെല്ലാം എത്തിക്കാനും ശ്രമിക്കുക. കാരണം എല്ലാ ക്രിയേറ്റേഴ്സും ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരത്തിൽ പ്രവർത്തിക്കുകയെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിക്കുക. അതായത് ഇത്തരത്തിൽ ഈ ഒരു വ്യൂസ് ഡൗൺ പ്രോബ്ലം വന്നിരിക്കുന്നത് ഇപ്പോൾ അടുത്ത് യൂട്യൂബിൻ്റെ ഒരു അപ്ഡേറ്റ് എല്ലാം വന്നിരുന്നു. അതായത് റിയൽ ടൈം ഡാറ്റയിലെല്ലാം തന്നെ കുറച്ച് ഇഷ്യൂസ് എല്ലാം വന്നിരുന്നു. ആ ഒരു മെസ്സേജ് എല്ലാം വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഈ ഒരു വ്യൂസ് ഡൗൺ പ്രോബ്ലം എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാം ഇട്ടിരുന്നു. ആ ഒരു പോസ്റ്റിലും ഇതുപോലെ 73% ആളുകൾക്ക് വ്യൂസ് ഡൗൺ പ്രോബ്ലം വന്നിട്ടുണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെറിയ ചാനൽ മുതൽ എല്ലാ ചാനലുകൾക്കും ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ വലിയ ചാനലുകളെല്ലാം വിലയിരുത്തപ്പെടുന്നത് ഇത്തരത്തിൽ IPL മാച്ചെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ മറ്റു ആക്ടിവിറ്റീസിലെല്ലാം ഒരുപാട് പേരെല്ലാം അവരുടെ ഫോക്കസ് എല്ലാം അങ്ങോട്ടെല്ലാം പോകുമ്പോൾ തന്നെ ഇത്തരത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് വ്യൂസ് ഡൗൺ പ്രോബ്ലം എല്ലാം വരാറുണ്ട്. അതുപോലെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം ചേഞ്ച് എല്ലാം വരുന്നതാണ്. യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ വരുന്ന ചേഞ്ച് തീർച്ചയായും ക്രിയേറ്റേഴ്സിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനെല്ലാം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യൂസ് ഡൗൺ പ്രോബ്ലം എല്ലാം വരികയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇത് മേക്കപ്പ് ചെയ്യാൻ സാധിക്കുക, എത്തരത്തിലാണ് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് വ്യൂസ് എല്ലാം നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇതിനായി നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം അനലിറ്റിക്സ് എന്നതിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങളുടെ വീഡിയോസിന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വന്നിരിക്കുന്ന ടോപ്പ് കണ്ടന്റുകളെ കുറിച്ചെല്ലാം ഇവിടെ കാണിക്കും. ഇത്തരത്തിൽ ഈ ടോപ്പ് കണ്ടന്റ് എല്ലാം തന്നെ നിങ്ങളുടെ വ്യൂവേഴ്സിന് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയ കാര്യങ്ങളാണ്. അതിനാൽ തന്നെ ആ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പുതിയ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് എല്ലാം നിങ്ങളുടെ പുതിയ വീഡിയോസിലേക്കെല്ലാം കൊണ്ടുവരാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള വ്യൂസ് ഡൗൺ പ്രോബ്ലം എല്ലാം തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാനും അതിനനുസരിച്ച് നല്ല വ്യൂസ് എല്ലാം കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ടോപ്പ് കണ്ടന്റ് റിലേറ്റഡ് ആയ വീഡിയോസ് എല്ലാം ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്